ആദ്യത്തെ പടം ഞാനും നിവിനുമായിട്ട് അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ടേക്ക് എനിക്ക് തോന്നുന്നു 18 ടേക്ക് എടുത്തു. ഒരു സീക്വൻസ് നമ്മളറിയാതെ ചിരിച്ച് 18 ടേക്ക് വരെ പോയി. ഇതിലെ ഓരോ പുതുമുഖ താരങ്ങളും വന്നിട്ട് അടിച്ച് പൊളിച്ച് അഭിനയിച്ചിട്ടുണ്ട്. റിയലിസ്റ്റിക് ആയിട്ട് ജനങ്ങളെയെല്ലാം കുടുകുടാ ചിരിപ്പിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എണീറ്റ് നിന്ന് കൈയടിക്കേണ്ട പല സീക്വൻസുകളും ഉണ്ടായിരുന്നു. ഞാൻ നന്നായിട്ട് എൻജോയും ചെയ്തു. ശരിക്കും നിവിൻ അവരുമായിട്ടുള്ള പുതിയ ആൾക്കാരുമായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ തോന്നി? അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കണം. എന്തുകൊണ്ടാണ് ഈ പുതിയ ആൾക്കാരെ തന്നെ, ഇപ്പോൾ അവരെല്ലാം നോട്ടബിളാണ്. ഫ്രീക്കന്മാരുടെ എപ്പിസോഡ്, പിന്നെ കുളിസീൻ ചേച്ചി, അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പുതിയ ആൾക്കാരെ വയ്ക്കാൻ ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇനി പുതിയ ആൾക്കാരെ വച്ചത് പ്രൊഡ്യൂസറായതുകൊണ്ട് ക്യാഷ് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ലല്ലോ. അപ്പോൾ എന്തായാലും അത് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്ലീസ്. ഈ പരാതി പറയാനും വരുന്നവർ പുതിയ ആൾക്കാരായിരിക്കണമെന്ന് ഷൈൻ ചേട്ടന് ഭയങ്കര നിർബന്ധമായിരുന്നു. കാരണം ആൾക്കാർക്കും പരാതി പറയുന്ന ആൾക്കാരായിട്ട് ഫീൽ ചെയ്യണം. അവിടെ ഒരു ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ടുള്ള രീതിയിൽ അവരങ്ങനെയായിരിക്കും അവരെ മെഷർ ചെയ്യാം. അപ്പോൾ പുതിയൊരാൾ വരും, ഇത് ആരാണ്, എന്താണ്, ഇതിനു മുമ്പ് ഇവർ ചെയ്തിട്ടില്ല, ഇവരെന്തായിരിക്കും പറയാൻ പോകുക, ഭയങ്കര ഒരു കൗതുകം ഉണ്ടാവും. ആ കൗതുകം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളത് ഷൈൻ ചേട്ടന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇവരെല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. പുതിയതായിട്ട് വന്ന് അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. ഇവരുടെ ഭയങ്കര റിയലിസ്റ്റിക് ആണ്, ഭയങ്കര നാച്ചുറലാണ്. ഇപ്പോൾ ഇവരുടെ മുമ്പിലൊക്കെ ഞാൻ സുരേട്ട ആദ്യം പറഞ്ഞല്ലോ, മലർവാടിയിലാണ് ഞങ്ങൾ ആദ്യമായിട്ട് അഭിനയിച്ചത്. ഒരു സീൻ ഒരുപാട് പ്രാവശ്യം ഞാൻ ചിരിച്ചുപോയി. സുരാജേട്ടൻ എൻ്റെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ 17 പ്രാവശ്യം വീണ്ടും റീടേക്ക് ചെയ്തു, കുറേ ചീത്തയും കേട്ടു. അങ്ങനെ പല സിറ്റുവേഷൻസ് ഉണ്ട്. ഇതിനും നമ്മൾ കുറേ ചിരിച്ചു, കുറേ ബഹളങ്ങളുണ്ടായി. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിലായതുകൊണ്ടല്ല, പക്ഷേ ആ സിനിമയ്ക്ക് അത് ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് പുതുമുഖങ്ങൾ എടുത്തത്. ഒരുപക്ഷെ അതായിരിക്കും അതിൻ്റെ ഒരു നൈസർഗികത അല്ലേ? അതെ അതെ. പുതിയ ആൾക്കാർ വന്നപ്പോൾ അവരും എക്സൈറ്റഡ് ആയിട്ടുണ്ടാവും അല്ലേ? അവർ എക്സൈറ്റഡ് ആണ്. അവരും ഭയങ്കര താല്പര്യത്തോടെ നമ്മുടെ സിനിമയുടെ കംപ്ലീറ്റ് സഹകരിച്ചു. ഇപ്പോഴും അവർ നമ്മുടെ ഓരോ പരിപാടിക്കും നമ്മുടെ കൂടെ തന്നെയുണ്ട്. അവർ കൂടുതലും ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളവർ. കുറേ പേര് ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുണ്ട്. കുറേ പേര് 10, 50, 80 സിനിമകളിലൊക്കെ അഭിനയിച്ച ആളുകൾ, ഇതുവരെ ഡയലോഗ് പറയാത്ത ആളുകളാണ് അതിനകത്ത്.